ഹലോ ഗൈസ്, ഹലോ 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 ഹലോ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് ഗ്യാസ് സ്റ്റേഷൻ സിമുലേറ്റർ എപ്പിസോഡ് 3. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മറ്റേ അങ്കളുടേതൊക്കെ മറ്റേ അങ്കളുടേതൊക്കെ നിർത്താം. പെട്രോൾ അടിച്ചു കൊടുക്കട്ടെ. നമ്മൾ ആ സംഭവം വെച്ച് നിർത്തിയായിരുന്നു. അങ്കളുടെ കോൾ എന്തോ വന്നിരുന്നില്ല. നമ്മളോടിപ്പോൾ പറയുന്നു. നൈസ്, താങ്ക്സ്. യു ഗോട്ട് 6 മെയിൽസാ. അവിടെ തരേ മെയിൽ നോക്കട്ടെ. അപ്പോൾ ഇതിൻ്റെ മൂന്നാമത്തെ ഭാഗമാണ് ഫ്യൂച്ചേഴ്സ് അതേഴ്സ്. ഇവിടെയാണ് നെക്സ്റ്റ് അടിച്ചിട്ട്. ഓക്കെ, അത് വാങ്ങിക്കാനെന്ന് പറയുന്നത് കേട്ടോ, അല്ലാണ്ട് പാർക്കിംഗ് ഏരിയ വാങ്ങിക്കാനല്ല പറയുന്നത്. ഇത്തിരി നേരം കൊണ്ടുവരുന്നില്ല. ഇതിൽ പെട്രോൾ എല്ലാം ഉണ്ടാ. 150 ലിറ്റർ ഉണ്ട്, ഒരു പ്രശ്നമില്ല. 19 ലിറ്റർ ഇപ്പോൾ ഞാൻ അയച്ചു കൊടുക്കും. അപ്പോൾ പിന്നെ എങ്ങനെ താങ്ക്സ്, വെൽക്കം. ഇതൊക്കെ എന്തായാലും ഇവര് കാണിക്കുന്നു. ഇവിടെ ഇരിക്കട്ടെ. ഇതാണപ്പോ ഇതിങ്ങനെ സാണ്ടായിരുന്നല്ലേ. ഇതിലോട്ട് പറിക്കിടാം. ഇതും ക്ലീൻ ആക്കണം. പെയിന്റ് അടിക്കണം ഇതിനൊക്കെ. ഓക്കെ, അത് തീർന്നു. ടാസ്ക് കംപ്ലീറ്റഡ്. ഇത് അത് കളയാനുള്ള സാധന. ഓക്കെ, അതെ, പ്ലെയിൻ. ഇത്രയുള്ള എൻട്രി. ഇൻക്രീസ് ദ സ്റ്റേഷൻ പോപ്പുലാരിറ്റി റേറ്റിംഗ് ബൈ 1. അതെങ്ങനെ? ഒരു ഇന്ത്യൻ മെയിലൊക്കെ ഒന്ന് നോക്കട്ടെ. മെയില് ഇത് അപ്ഗ്രേഡ്സ്. The higher the popularity level, the greater traffic, which means more customers. പക്ഷെ അതെങ്ങനെ കൂട്ടും? അതിനിപ്പോൾ കാശിട്ടേ അല്ലെങ്കിൽ കടയിലോട്ട് ആരും വരുന്നില്ല എന്ന് പറയാൻ പോയിരുന്നു. അപ്പത്തിന് അവിടെ എത്തി. പോപ്പുലാരിറ്റി ലെവൽ കൂട്ടണം. അപ്പോൾ ഞാൻ പറഞ്ഞോ, ഓർഡർ പ്ലീസ്. പറ. ഓക്കെ, കമ്പ്യൂട്ടർ വല്ലതാണ് പോപ്പുലാരിറ്റി ലെവൽ കൂട്ടുന്നത്. ഇതൊന്നും ഇപ്പോൾ വേണ്ട, അല്ലെങ്കിൽ അവിടെ ആളുണ്ടായിരുന്നു. എനിക്ക് തോന്നണേ നമ്മ കടയിൽ ഇതൊക്കെ ചെയ്ത് ഈ ലെവൽ 1 കൂട്ടാനാന്ന് തോന്നുന്നു കേട്ടോ. പോപ്പുലാരിറ്റി കൂട്ടാൻ പറയുന്നത് ഈ ലെവൽ 1 അവിടെ മാറണം. 40 അപ്പോൾ നമ്മൾ കസ്റ്റമേഴ്സിനൊക്കെ നല്ല രീതിയിൽ ഇന്ന് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ കൂടും. $205 ഉണ്ട് എൻ്റെ കയ്യിൽ. അയ്യോ, ദൂരൊന്നുമില്ല. നമുക്കപ്പോൾ എന്ത് ചെയ്യാനുള്ളത്? ഇതൊക്കെ കളയാണ്ടേ അല്ലേ? ഒക്കെ വൃത്തിയാക്കാം. അപ്പോൾ നമ്മൾ ബാത്റൂം പർച്ചേസ് ചെയ്തു. ലെവൽ 2 ഇപ്പോൾ ആവും. ഒരു 2 കസ്റ്റമറിനെ കൂടി കഴിഞ്ഞാൽ മിക്കവാറും ഇയാളെ കഴിയുമ്പോൾ തന്നെ ആവും തോന്നുന്നു. അയ്യോ, ഇപ്പോൾ ഉരുണ്ട് വരുന്നത്. ജസ്റ്റ് വെച്ചിനാ സാധനം കിട്ടിയത് കയ്യിൽ. ലെവൽ 2 ആയി. അപ്ഗ്രേഡഡ് അവർ പെട്രോൾ പമ്പ് ടു ലെവൽ 2. അപ്ഗ്രേഡ് ചെയ്തല്ലേ, ലെവലപ്പ് ആയതാ. എന്തായാലും ആയില്ലേ, ലെവൽ 2 ആയിട്ടുണ്ട് എന്തായാലും. ഇനി എന്താ ചെയ്യാനുള്ളത്? ഇവിടെ പെട്രോൾ പമ്പ് വാങ്ങിക്കാൻ പറ്റും. $92 ഉണ്ട് കയ്യിൽ. $92. $500. വർക്ക്ഷോപ്പ്. വർക്ക്ഷോപ്പ് വാങ്ങിക്കാൻ പറ്റും. വർക്ക്ഷോപ്പായി. ടയർ എക്സ്ചേഞ്ച്, മിറർ എക്സ്ചേഞ്ച്, സ്ക്രാച്ച് റിമൂവല്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ വാങ്ങിക്കാം. വർക്ക്ഷോപ്പ് നമുക്ക് ഇപ്പോൾ ഉള്ളതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യട്ടെ, എന്നിട്ട് പോരെ. ഗ്യാസ് സ്റ്റേഷൻ ലെവൽ 3 ആവണല്ലേ ഇത് അപ്ഗ്രേഡ് ആവണമെങ്കിൽ. അല്ല, നമുക്ക് വർക്ക്ഷോപ്പ് ഈ വീഡിയോയിൽ വർക്ക്ഷോപ്പ് വാങ്ങിക്കണം നമുക്ക് കേട്ടാ. നമ്മൾ ന്യൂ വർക്ക്ഷോപ്പ് സ്റ്റാർട്ടഡ്. ന്യൂ വർക്ക്ഷോപ്പ്. എന്നിട്ട് അവിടെ എൻ്റെ BGM എന്താ വരാത്ത? ഇതിന് BGM ഉണ്ടായിരുന്നല്ലേ ബാക്ക്ഗ്രൗണ്ടില്? ഓഡിയോ പാട്ടില്ല കേട്ടാ കടയിൽ.
ഒരു റേഡിയോ വാങ്ങിക്കണം. ഒരു സാധനമുള്ള അശി എന്തല്ലാത്ത കാർസ് ഇൻ നീഡ് ഓഫ് റിപ്പയർ വിൽ cars in need of repair will arrive at the garage automatically as long as the door open. ഏതാണ് ഈ റിപ്പയർ സ്റ്റേഷൻ? ഇവിടെ ഇതാണോ? അല്ല ഇവിടെ അല്ലല്ലോ, ഇത് വെയർ ഹൗസ് അല്ലേ? റിപ്പയർ സ്റ്റേഷൻ ഇനി എവിടെയാണോ വരിക? അതാന്ന് തോന്നുന്നു കേട്ടോ പൊളിഞ്ഞെടുക്കുന്നത്. ആയിരിക്കും ആയിരിക്കും ആയിരിക്കും. എന്തെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എടുക്കുക. ആകെ വൃത്തിയേടാക്കി പെണ്ണുമ്പിള്ള. കുർത്തങ്ങട്ട ചെറുക്കനൊന്നും വന്നിട്ടില്ലല്ലോ. ആ വന്ന് അപ്പം സാധനം എടുത്ത് കുറേ സാധനം എടുത്തിട്ടുണ്ടായിരുന്നു. $146 ഉണ്ട് നമ്മളെ കയ്യിലിപ്പോൾ. $500 ആക്കിയാലേ വർക്ക്ഷോപ്പ് പർച്ചേസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. മോശമാ. ആ ഈ ഇത്രയുള്ള ടിപ്പ് കിട്ടി. ശരി, ഇപ്പോൾ $500 ആക്കിയിട്ട് നമുക്ക് വർക്ക്ഷോപ്പ് വാങ്ങിക്കണം. അതാണ് ഇന്നത്തെ ലക്ഷ്യം. എന്നിട്ട് വർക്ക്ഷോപ്പിലത്തെ കുറച്ച് പണി കാണിച്ചിട്ട് ഇന്നത്തെ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം. അയ്യോ കുറച്ച് കൂടുതൽ അടിച്ചു കൊടുത്തല്ല. തിരിച്ചു തരുമോ? 53 ലിറ്റർ ഉള്ളു അതിൻ്റെ അകത്ത്. ആ 500 സെറ്റ്. അപ്പം ഞാൻ ഐശ്വര്യമായിട്ട് നമ്മളെ വർക്ക്ഷോപ്പ് അങ്ങോട്ട് വാങ്ങിക്കാൻ പോവാണ്. എന്തോ ഇതൊക്കെ എന്തൊരു എന്താണോ? നമുക്കപ്പോൾ വർക്ക്ഷോപ്പ് അങ്ങനെ നമ്മൾ ഗ്യാസ് സ്റ്റേഷനിൽ വർക്ക്ഷോപ്പും തുടങ്ങി. ഏതാലേ എന്തോ വേണേ നീ. അപ്പം ഇയാൾക്കും കൂടി ബില്ലടിച്ചിട്ട് ഞാൻ വർക്ക്ഷോപ്പ് കാണിച്ചു തരാം. ഇടയ്ക്ക് ഈ സാധനം വലിക്കുമ്പോൾ വരുന്നില്ല. ഇയാൾ കട മൊത്തം വാങ്ങിക്കൊണ്ടോയാ $8. അത് ശരി, ഇത്ര ഉള്ള അവിടെ അല്ല. ഓ ഞാൻ പറഞ്ഞ അതന്നെയാണ് കേട്ടാ വർക്ക്ഷോപ്പ്. അപ്പോ എടാ ഇതൊക്കെ വൃത്തിയാക്കാണ്ട് ഇവിടെയും ചവറാണല്ലോ. ടയറൊക്കെ മാറ്റി കൊടുക്കണം എന്നാണ് അവിടെ കാണിച്ചിരുന്നു. ടയറും മാറ്റല്, മിററും മാറ്റല്, പിന്നെന്തോ ഉണ്ട്. പോപ്പുലേറ്റ് ലെവൽ, യെസ് ലെവൽ 3 ആയി. അങ്ങനെ പിന്നെ ആ ഗ്രൈൻഡിങ് ടൈം കൊണ്ട് ഞാൻ പെയിന്റ് അടിച്ചു കേട്ടാ. ഷോപ്പിൽ മൊത്തം ഞാനൊരു നീല പെയിന്റ് അടിച്ച്, ഇത് മൊത്തം ഞാനൊരു ബ്ലൂ തീമാക്കി. ബ്ലൂവും ഒരു മുകളിലൊരു ഗ്രേയും പോലെ ആക്കി. ഓ പെട്രോൾ അടിക്കാൻ ആളും വന്ന്. അപ്പോൾ അങ്ങനെ നമ്മൾ വർക്ക്ഷോപ്പ് വാങ്ങിയിരിക്കുകയാണ്. പെട്രോളും തീർന്ന പെട്ടെന്നാണ് പെട്രോളൊക്കെ സ്റ്റോക്ക് തീരുന്നത്. ഓ ഇവിടെ ആളുണ്ട്. വർക്ക്ഷോപ്പിൽ ഫസ്റ്റത്തെ കസ്റ്റമർ ആരാ? വർക്ക്ഷോപ്പിൽ ആരെങ്കിലും വന്നിട്ടുണ്ടാ? ഓ യുവർ ഫ്യൂൽ സ്റ്റാറ്റസ് ഈസ് ലോ എന്ന്. യു കാണ്ട് യൂസ്. എന്താ പെണ്ണ് പറഞ്ഞേ? എന്ത് പറഞ്ഞീ? അതിലുണ്ടെങ്കിൽ ഒന്നുകൂടി പറയടി. പോയി തോന്നണം കേട്ടോ. ജസ്റ്റ് ആവുന്ന നല്ലതെന്ന് തോന്നുന്നു കേട്ടാ. അപ്പം നമുക്ക് ഒറ്റപ്പെടുത്തത്തിൽ തന്നെ ഈ സാധനം മൊത്തം എടുക്കാം. നോക്കട്ടെ ആരുണ്ടോ അവിടെ? യെസ് ഫസ്റ്റ് കസ്റ്റമർ. ഇത് ഞെക്കണം തോന്നുന്നു. ഓ അതെ റിപ്പയർ. എന്താ ചെയ്യണ്ടേ? വെയിറ്റ് ഫോർ ദ ക്ലൈൻറ്റ് ടു ഫിക്സ് ഹിസ് കാർ. എന്തോ ചെയ്യാണ്ട് കേട്ടാ. ചേട്ടാ എന്താ ചെയ്യേണ്ടി പറ. ടയർ പഞ്ചറാന്ന് തോന്നുന്നു കേട്ടാ. ഓക്കെ ഡോറ് പോയിക്കണ്, ടയർ പോയിക്കണ്. അപ്പോഴപ്പോൾ ടയർ എടുക്കണം അവിടെ നിന്ന്. ഓക്കെ അതിന് 8 ബോൾട്ട് വരണം. ഓക്കെ പോട്ടെ. ടയറേ പുതിയ ടയർ കയറൂ. ഇട്ടിടൂ. ഓക്കെ അത്രേ ഉള്ളൂ. ഇനി എന്താ? ഡോറുണ്ടോ അതിനൂടെ? ചേട്ടാ ഡോർ സ്റ്റോക്കില്ല എന്ന് തോന്നുന്നു. ഡോറ് ഇനി സ്റ്റോക്കല്ല വേണം ചേട്ടാ. ഇതെന്താ ചെയ്യാള്?
ഓ ഗ്ലാസ് ഉണ്ട് കേട്ടോ, ഗ്ലാസ് ഉണ്ട്. ഇതാണ് ഗ്ലാസ്. ഓക്കെ. ഓ ഇത് അടത്തി കളയണം, എന്നിട്ട് നമ്മൾ ഫിറ്റ് ചെയ്യണം പുതിയ ഗ്ലാസ് മിറർ വെച്ച്. പക്ഷെ അതെന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ല ഡോറിന്റെ കേസ്, ഡോറ് നമ്മൾ എന്ത് ചെയ്യും? മുറിച്ചു മാറ്റണ, ചുറ്റി എടുക്കണ? അതല്ല കേട്ടാ, മാറി. വേറൊന്നും കാണുന്നില്ലല്ലോ ഇവിടെ. ഓക്കെ, ഇവിടുത്തെ ക്ലാസ്സിനൊന്നും ഒരു കുഴപ്പമില്ല. അപ്പോൾ പരിപാടിയൊക്കെ കഴിഞ്ഞു. എടാ ഇത് തീരുന്നില്ലല്ലേ? എന്ത് ചെയ്തിനെ? വാട്ട് ഈസ് ദ പ്രോബ്ലം ഹിയർ? സർവീസസ്, കാർ കെയർ അല്ല, ടൂൾസ് ആണോ? അല്ല, അവിടെ ഇതൊക്കെ എന്താ? വെട്ടടിച്ചു കൊടുക്കാനാണ്? അതും അല്ല. ചുറ്റിക? അതും അല്ല. ഇതിനിപ്പോ എന്ത് ചെയ്യൂ? ടയറൊക്കെ നമ്മൾ തന്നെ സ്റ്റോക്ക് കൊടു നിൽക്കണം കേട്ടാ. ഓ വെയിറ്റ്, അയ്യോ ഞാൻ അടുത്ത് എറിഞ്ഞ്. ഷിഫ്റ്റ് ആയിരുന്നു ഞെക്കണ്ട്. ഓക്കെ ഓക്കെ, സ്ക്രാച്ചുകൾ തന്നെ ആയിരുന്നാ? എടാ ഓക്കെ, അങ്ങനെ നമ്മൾ അവസാനം കണ്ടുപിടിച്ചു, കാറിന്റെ പണി തീർത്തു. നൈസ് പറഞ്ഞു അവൻ. കാറും കൊണ്ടുപോയി. സൈഡിലതേ അവിടെ ഫുള്ള് ആൾക്കാരാ. അങ്ങനെ നമ്മൾ ഫസ്റ്റ് വർക്ക്ഷോപ്പ് തുറന്നു, ഫസ്റ്റ് കാറും റിപ്പയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് കൊണ്ടുപോയി കളയണം നീ. ഷോ, ഇനി അവിടുത്തെ വേസ്റ്റ് പോരാണ്ട് നീ വേസ്റ്റ് കൊടുക്കണ്ട. ഞാൻ അവിടെ ക്യൂ എന്നായിക്കോട്ടെ. പണിക്കാളർത്തണല്ലേ പെട്ടെന്ന്. യു ആർ എ ലൈഫ് സേവറാ. ആയിക്കോട്ടെ. ഇവിടെ പെട്രോളും ഇല്ല. എവിടെ അവിടെ ഇത്രയധികം കാശ് കിട്ടുമോ? വർക്ക്ഷോപ്പിൽ നല്ല കാശ് കിട്ടും കേട്ടാ. $309. ശേ, അത് കൊള്ളാം. അപ്പൊ ഇനി നമ്മൾ കൂടുതൽ വർക്ക്ഷോപ്പിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്. വല്ല കാറും വന്നിട്ടുണ്ടോ? ആരുമില്ല. ഓക്കെ, അപ്പോൾ വർക്ക്ഷോപ്പാണ് ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും ലാഭകരമായ ബിസിനസ് കേട്ടാ. യെസ്, ഞാൻ പ്രൊഫഷണലായി. ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് തീരും കേട്ടോ. അത് അധികം സീരീസ് ഉണ്ടാവില്ല. എടാ കൂടുതൽ അടിച്ചു കൊടുത്താ 11 ലിറ്ററാ? ഇതിലെത്ര ഉണ്ടെന്ന് കാണിക്കുന്നില്ല. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് ഗ്യാസ് സ്റ്റേഷൻ അപ്ഗ്രേഡ് ചെയ്യാം. ഇനി ഇതിൻ്റെ അകത്ത് അധികം ഇല്ല. ഇനി DLC വാങ്ങിയാലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. DLC-ലാണ് എയർ സ്ട്രിപ്പ് ഒക്കെ വരുന്നത്. അല്ലാണ്ട് ഇതിൻ്റെ അകത്ത് ഇനി വാഷിംഗ് ഒക്കെയാണ് വരുന്നത്. എടാ ഇത് ഇവിടെ കച്ചറ ഇട്ടിട്ട് ഇനി അകത്ത് പെയിന്റ് അടിക്കണം. അകത്ത് പെയിന്റ് അടിക്കാണ്ട് പുറത്തെ പെയിന്റ് പണി മൊത്തം കഴിഞ്ഞ്. ഓ അതിന് പെയിന്റ് അടിക്കണം അല്ലേ? ഓക്കെ, അപ്പോൾ സെറ്റ്. അപ്പം ഞാനിതൊക്കെ ഇനി സ്റ്റോക്ക് ഇടണം, കുറച്ച് ഗ്രൈൻഡ് ചെയ്യണം, ഫുൾ സെറ്റാക്കിയിട്ട് വരാം. ഇനി ഞാൻ ലൈക്ക് കണ്ടന്റ് അകത്ത് ഇങ്ങനെ ഗ്രൈൻഡിങ് ഒന്നും കാണിക്കത്തില്ല. ഇതിൽ ഗ്രൈൻഡിങ് ഇത്ര തന്നെ ഉള്ളൂ. പെട്രോൾ അടിച്ച് കൊടുക്കുക, ഇതാക്കുക, വർക്ക്ഷോപ്പിൽ മാറ്റുക. ഇനി ഞാൻ ഗ്രൈൻഡ് ചെയ്ത് കാശുണ്ടാക്കിയിട്ട് മറ്റേ സാധനമൊക്കെ ഫുൾ ഫില്ല് ചെയ്യണം. ഇവിടുത്തെ ബെവറേജസ് ഒക്കെ ഫില്ല് ചെയ്യണം. അവിടെ ഫുൾ ടയറൊക്കെ സെറ്റാക്കി വെക്കണം. എന്നിട്ട് അടുത്ത വീഡിയോയിൽ വന്നിട്ട് നമുക്ക് കംപ്ലീറ്റ് ഓൾ ചലഞ്ച് എന്ന് പറയുന്നുണ്ട്. ഈ സൈഡിൽ അടിത്ത ചലഞ്ചൊക്കെ ഞാൻ തീർത്തുകൊണ്ട്. ഓക്കെ, എന്നിട്ട് നമുക്ക് ഗ്യാസ് സ്റ്റേഷൻ അപ്ഗ്രേഡ് ചെയ്യുന്ന വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവരും ലൈക്കൊക്കെ അടിക്കുക. എന്തെങ്കിലും വേറെ എന്തെങ്കിലും സജഷനൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ, ടാറ്റാ.